പല ഷോർട്ട് ടൈം കോഴ്സുകൾക്കും ഈ അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണോ, അതോ ആ സ്ഥാപനം തന്നെ നൽകുന്ന ഒരു സെൽഫ് സർട്ടിഫൈഡ് കോഴ്സാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പരിശോധിക്കേണ്ടത് തന്നെ അല്ലത്. ഈ സെൽഫ് ഫിനാൻസിങ് ആയിട്ടൊക്കെ പഠിക്കുന്ന പല കോഴ്സുകളും പഠിച്ചു കഴിയാറാകുമ്പോഴും സ്റ്റുഡൻസ് അറിയണേ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നും ഇല്ലെന്ന്. മെയിനായിട്ട് നിൽക്കുന്നത് ഓക്സിജൻ ആയിക്കോട്ടെ, MIG ആയിക്കോട്ടെ, ലുലു ഹൈപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെയൊക്കെ നിൽക്കുന്ന സെയിൽസ്മാൻമാരിൽ, ഇപ്പോൾ ജുവലറികളായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ നിൽക്കുന്ന സെയിൽസ്മാൻമാരിൽ മിക്ക ആളുകളും MBA കഴിഞ്ഞ ആളുകളാണ്. അപ്പോൾ നമ്മുടെ MBAയുടെ നിലവാരം എവിടേക്ക് എത്തി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇത് കൂടാണ്ട് തന്നെ ഈ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ ഉണ്ട്, ഇത് പലതും അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. കാരണം ഈ BCom പഠിച്ചാൽ എന്തോ വലിയ സംഭവം നമ്മുടെ നാട്ടിൽ കിട്ടും എന്നൊരു പ്രതീതി അല്ലെങ്കിൽ ഒരു പൊതുബോധം നമ്മുടെ ആളുകളുടെ മനസ്സിലേക്ക് ഇവിടുത്തെ പരസ്യ കമ്പനികൾ അടിച്ചേൽപ്പിക്കുകയാണ്. അത് വെറൊരു കച്ചവടം മാത്രമാണ്. 4 എയ്ഡഡ് സ്കൂളുകൾ പാലക്കാട് ജില്ലയിൽ പൂട്ടി. അതിൽ അവർ പറയണ കാരണം എല്ലാവരും പ്രൈവറ്റ് സ്കൂളുകളിലേക്കാണ് പോണേ. അപ്പൊ എയ്ഡഡ് സ്കൂളുകൾക്ക് പോലും കുട്ടികളില്ലാത്തൊരവസ്ഥ കേരളത്തിലുണ്ട്. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ബിരുദത്തിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി +2 ആ ഒരു മാനദണ്ഡമല്ല, ഈ ഡിപ്ലോമയും അതോടൊപ്പം തന്നെ ഈ പോളിടെക്നിക് കോഴ്സും കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ബിരുദത്തിലേക്ക് അപ്ലൈ ചെയ്യാം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പല ആളുകളും വളരെ നിശ്ചിതമായ വിമർശനങ്ങളാണ് ഈ ഒരു തീരുമാനത്തിനെതിരെ എടുത്തേക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ തകർക്കും എന്നൊക്കെ വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ നമ്മൾ പരിശോധിക്കേണ്ട വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ, എവലിനിപ്പം ഒരു സ്റ്റുഡന്റ് ആണ്, അതോടൊപ്പം തന്നെ തോമസും ഈ അടുത്ത കാലത്ത് തന്നെ കോളേജുകളിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ കോളേജുകളിൽ പല കോഴ്സുകൾക്കും, അതായത് സ്വകാര്യ മാനേജ്മെന്റ് കോളേജുകളിൽ മാത്രമല്ല നമ്മുടെ റെഗുലർ കോളേജുകളിൽ പോലും ഇപ്പോൾ പല കോഴ്സുകൾക്കും വിദ്യാർത്ഥികളെ കിട്ടുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി പോകുന്നു, ഈ കുറഞ്ഞ ഷോർട്ട് ടൈം കോഴ്സുകളിലേക്കാണ് കൂടുതലായിട്ട് വിദ്യാർത്ഥികൾ ആകർഷിക്കപ്പെടുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് എവലിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? എന്നെ സംബന്ധിച്ച് ഇപ്പൊ എന്റെ കുറെ ഫ്രണ്ട്സ് തന്നെ കോളേജിൽ ചേരാണ്ട് ഒരുപാട് പേര് ജർമ്മൻ പഠിക്കാൻ പോയിട്ടുണ്ട്. അതിനുപരി കുറെ പേര് ഷോർട്ട് ടേം, സാർ ഇപ്പൊ പറഞ്ഞ പോലെ ഷോർട്ട് ടേം കോഴ്സുകൾ പോയിട്ടുണ്ട്. ഇപ്പൊ മെയിൻലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 3 ഇയർ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ടും ആൾക്കാർക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല. പക്ഷെ അതിനേക്കാളും നല്ല വരുമാനത്തിലും ജോബ് സെക്യൂരിറ്റിയിലും ചെറിയ കോഴ്സുകൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഒരു ജോബ് നൽകും എന്നുള്ളൊരു ഉറപ്പ് കിട്ടുന്നുണ്ട്. ഈ BCom എന്ന് പറയുന്ന കോഴ്സ് എത്രയും പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഫില്ലായി പോകുന്നു. പക്ഷേ അല്ലേ, ശരിയല്ലേ? എന്നാൽ മറ്റു പല കോഴ്സുകൾക്ക്, ഇപ്പൊ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയ ബിരുദ കോഴ്സുകൾക്ക് കുട്ടികളുടെ അഡ്മിഷൻ എടുക്കുന്നത് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, കാരണം BCom എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ചില കോഴ്സുകൾ കോളേജുകൾ അവിടെ തന്നെ CA അല്ലെങ്കിൽ ACCA എന്നുള്ളൊരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറെ പേര് BCom എടുക്കാൻ മെയിൻ കാരണം ഇപ്പൊ CA ഇങ്ങനെ കത്തി നിൽക്കുന്നൊരു സമയം കൂടിയാണല്ലോ. അപ്പോ CA എങ്ങാനും പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും BCom എന്നുള്ളൊരു ഡിഗ്രി നമ്മളുടെ കയ്യിലുണ്ടാവും. പക്ഷെ BCom എന്നുള്ളൊരു 3 ഇയർ 4 ഇയർ പ്രോഗ്രാമിനുള്ളിൽ തന്നെ അവർക്ക് CA കംപ്ലീറ്റ് ചെയ്തെടുക്കാം എന്നുള്ളൊരു ഗ്യാരണ്ടി കൂടെ ചില കോളേജുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ACCയും CA തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കാരണം ഈ ACCA പാസ്സായവർക്ക് ഇവിടെ ഇന്ത്യയിൽ CA പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. വിദേശ രാജ്യങ്ങളൊക്കെ പോയിട്ട് ജോലി നേടാം എന്നുള്ളതേ ഉള്ളൂ. അതുകൂടാണ്ട് മറ്റേ ഈ ഷോർട്ട് ടൈം കോഴ്സുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ പല ഷോർട്ട് ടൈം കോഴ്സുകൾക്കും ഈ അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണോ, അതോ ആ സ്ഥാപനം തന്നെ നൽകുന്ന ഒരു സെൽഫ് സർട്ടിഫൈഡ് കോഴ്സാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പരിശോധിക്കേണ്ടത് തന്നെ അല്ലത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് പല കോഴ്സുകളും പഠിച്ചു കഴിയാറാകുമ്പോഴാണ് സ്റ്റുഡൻസ് അറിയാം ഇതിന് അക്രഡിറ്റേഷനോ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് വാല്യൂ ഒന്നും ഇല്ലെന്ന്. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്, ഇപ്പം ഈ പലയിടത്തും പല സ്വകാര്യ ഹോസ്പിറ്റലുകളിലൊക്കെ പലയിടത്തും മെഡിക്കൽ കോളേജുകളൊക്കെ തുടങ്ങിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇതിൽ പലതിലെയും നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കൊണ്ട് എവിടെയും ജോലി കിട്ടില്ല എന്നൊക്കെയുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സെൽഫ് ഫിനാൻസിങ് ആയിട്ടൊക്കെ പഠിക്കുന്ന പല കോഴ്സുകളും പഠിച്ചു കഴിയാറാകുമ്പോഴും സ്റ്റുഡൻസ് അറിയണേ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നും ഇല്ലെന്ന്. അപ്പം ആ ഒരു പേടി, ഇതിങ്ങനെ വാമൊഴിയായിട്ട് പറഞ്ഞ് അടുത്ത ഇവരുടെ ജൂനിയേഴ്സ് അറിയുന്നു, അവരുടെ ജൂനിയേഴ്സ് അറിയുന്നു, പലരും പല കോഴ്സുകളും എടുക്കാൻ മടിക്കുന്ന ഒരു സ്റ്റേജ് വരും. കാരണം ഇതിനൊക്കെ നല്ല ഫീസ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. പേടി വീട്ടുകാർക്കും സ്വാഭാവികമായിട്ടും. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ACC എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. ഈ ACCയുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ട്രെയിനിങ് മാത്രമാണ് ഇവർ കൊടുക്കുന്നത്. ഇതിനെ പഠിക്കാനും അതോടൊപ്പം തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ്, എക്സാം ഫീസ് എന്നൊക്കെ പറയുന്നത് വലിയ തുക വരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷവും ഇത് എത്ര പേര് പാസ്സാകുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സക്സസ് റേറ്റ് ഒക്കെ വളരെ പെർസെന്റേജ് കുറവാണ്. സത്യാവസ്ഥയിൽ ഞാനൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മളുടെ അടുത്ത് പറയുന്നത്
ACC ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്, നിങ്ങൾക്ക് കോഴ്സായിട്ട് ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് അതിന്റെ രജിസ്ട്രേഷൻ ഫീസ് അങ്ങനെ വരുന്നോ ഇങ്ങനെ വരുന്നോ പാസ്സാവാനുള്ള റേറ്റ് ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞ അവർ മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇതിന്റെ എക്സാം ഫീസ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. അതൊന്നും ഇതൊക്കെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൃത്യമായിട്ട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇതുകൂടാതെ തന്നെ നമ്മുടെ ഈ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളും മാനേജ്മെന്റ് കോളേജുകളൊക്കെ ഉണ്ട്. കാരണം ഇപ്പൊ നമ്മൾ നമ്മുടെ റീറ്റെയിൽ ഷോപ്പുകളിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും, അതായത് ഇപ്പോ മെയിൻ ആയിട്ട് ഇതൊക്കെ ഓക്സിജൻ ആയിക്കോട്ടെ, MIG ആയിക്കോട്ടെ, ലുലു ഹൈപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെയൊക്കെ നിൽക്കുന്ന സെയിൽസ്മാൻമാരിൽ, ഇപ്പൊ ജുവലറികളായിക്കോട്ടെ, അവിടെയൊക്കെ നിൽക്കുന്ന സെയിൽസ്മാൻമാരിൽ മിക്ക ആളുകളും MBA കഴിഞ്ഞ ആളുകളാണ്. അപ്പൊ നമ്മുടെ MBAയുടെ നിലവാരം എവിടേക്ക് എത്തി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇത് കൂടാണ്ട് ഈ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ ഉണ്ട്. ഇത് പലതും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ ആരംഭിക്കുന്നു. ഇതവിടെ ആരംഭിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു 15 വർഷത്തോളം ഇപ്പോൾ ആയിട്ടുണ്ടാവും. AK ആന്റണിയുടെ കാലഘട്ടത്തിലാണ് ഈ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകൾ അനുവദിക്കുന്നത്. അപ്പൊ ഈ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് അനുവദിച്ച് അന്നു മുതൽ ഇതിന്റെ പരിസരത്ത് ഒരുപാട് ആളുകളുടെ ജീവനോപാധി കൂടിയിട്ടാണ് ഈ കോളേജ് എന്ന് പറയുന്നത്. കാരണം അവിടെ വരുന്ന വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള PG, ഹോസ്റ്റൽ ഉണ്ടായി വരത്തില്ല, അപ്പൊ തൊട്ടടുത്തുള്ള PG ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വരുമാന മാർഗം അവിടെ പലർക്കും ഇത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അത് കൂടാതെ തന്നെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചായക്കടകൾ ഉണ്ടാവും, ഈ സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു കോളേജ് ഒരു അടുത്ത് അടച്ചു പൂട്ടുന്നു, അല്ലെങ്കിൽ അവിടെ കോഴ്സിന് കുട്ടികൾ കയറുന്നില്ല എന്നൊരു അവസ്ഥ വരുമ്പോഴത്തേക്ക് അത് ആ ഒരു പ്രദേശത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ കൂടി ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് കൂടാതെ തന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ റെഗുലർ കോളേജുകൾ, ഇപ്പൊ ഒരുപാട് റെഗുലർ കോളേജുകളുണ്ട്. ഈ റെഗുലർ കോളേജുകളിലൊക്കെ ഇപ്പോ BComന് സീറ്റ് ഫിൽ ആവുന്നുണ്ട്. കാരണം ഈ BCom പഠിച്ചാൽ എന്തോ വലിയ സംഭവം നമ്മുടെ നാട്ടിൽ കിട്ടും എന്നൊരു പ്രതീതി അല്ലെങ്കിൽ ഒരു പൊതുബോധം നമ്മുടെ ആളുകളുടെ മനസ്സിലേക്ക് ഇവിടുത്തെ പരസ്യ കമ്പനികൾ അടിച്ചേൽപ്പിക്കുകയാണ്. അത് വെറൊരു കച്ചവടം മാത്രമാണ്. BCom കഴിഞ്ഞിട്ട് എത്ര കുട്ടികൾ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി കിട്ടാതെ അല്ലെങ്കിൽ വെറുതെ നടക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ? ഇപ്പൊ തന്നെ നമ്മൾ തന്നെ ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് ഇടുന്ന സമയത്ത്, ഒരു വേക്കൻസിക്ക് വേണ്ടി അഡ്വർടൈസ്മെന്റ് ഇടുന്ന സമയത്ത് വരുന്നതിൽ കൂടുതലും BComഉം MBAയും BTech ആണ്. 21 വയസ്സിൽ ലൈഫ് സെറ്റ് ആവുന്നൊക്കെയുള്ള പരസ്യം അതൊക്കെ വെറും ഭൂലോക തട്ടിപ്പല്ലേ. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പൊക്കെ ഉറങ്ങുകയാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം അവരിവിടുത്തെ ഏറ്റവും വലിയ പരസ്യദാതാക്കളാണ്. കാരണം അവര് കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയും കൂടെ തകർത്ത് കളയും. പിന്നെ സൂപ്പർ സ്റ്റാറുകളെ വെച്ചുള്ള പരസ്യങ്ങളൊക്കെ കുട്ടികളെ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ട്, ഈ സൂപ്പർ സ്റ്റാറുകളും ഇങ്ങനെ ഈ പരസ്യത്തിന്റെ ഒക്കെ ഒരു ബ്രാൻഡ് അംബാസഡർ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ബ്രാൻഡ് അംബാസഡർ ആവുന്ന സമയത്ത് അവർ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ വിശ്വാസ്യതയുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. മറിച്ച് ഇവരെ ആരാധിക്കുന്ന ഒരുപാട് ആളുകൾ നാട്ടിലുണ്ട്. ഇവർ പറയുന്നത് സത്യമാണ് എന്ന് കരുതിയിട്ട് അതിലേക്ക് പോയിട്ട് അവർ ചാടിക്കയറും. ഈ ചാടിക്കയറുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന അവസ്ഥ വെച്ചെങ്കിൽ ഇപ്പൊ റെഗുലർ കോളേജുകളുടെ അവസ്ഥ, റെഗുലർ കോളേജുകളിൽ പല ആളുകളും ജോലിക്ക് കയറിയിട്ടുള്ളത് അതായത് ലക്ഷവും കോടിയൊക്കെ ഡൊണേഷൻ കൊടുത്തിട്ടാണ് ടീച്ചർമാരായിട്ട് കയറിയിട്ടുള്ളത്. ഇപ്പൊ അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ലേ? ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇവിടുത്തെ ഈ രാജ്യത്തെ ഒരു പൗരൻ ഒരു പൊതു താല്പര്യ ഹർജിയായിട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. കാരണം നമ്മുടെ റെഗുലർ കോളേജുകളിലുള്ള ബാച്ചുകളുടെ എണ്ണം പരിശോധിക്കണമെന്നും അവിടെ അധികമായിട്ടുള്ള അധ്യാപകരെ പിരിച്ചുവിടണമെന്നും അല്ലെങ്കിൽ അവർക്ക് VRS കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു തീരുമാനം എടുക്കുകയാണ്, കോളേജുകളിലെ അധ്യാപകരുടെ എണ്ണം എത്രത്തോളം ആവശ്യമുണ്ട്, എത്ര കോഴ്സുകളാണ് അവിടെ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി സാധിക്കുക, കോഴ്സുകൾ വെട്ടിച്ചുരുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾ അവർക്ക് അനുവദിക്കേണ്ടതായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ടീമിനെ വെച്ച് അല്ലെങ്കിൽ ഒരു കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 30% അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടാവും. നമ്മുടെ കോഴ്സുകളിൽ തന്നെ കൺവെൻഷണൽ കോഴ്സുകളൊക്കെ ഔട്ട്ഡേറ്റഡ് കരിക്കുലാണെന്നുള്ളൊരു ആക്ഷേപം പണ്ടേ ഉണ്ട്. കാരണം സർട്ടിഫിക്കറ്റ് കിട്ടുന്നല്ലാതെ ഈ കുട്ടികളൊന്നും സ്കിൽഫുൾ അല്ല. അതായത് ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങി അവിടെ പിടിച്ചു നിൽക്കാനുള്ള സ്കില്ല് ഇവർക്ക് ഈ അക്കാദമിക്സിൽ നിന്ന് കിട്ടുന്നില്ല. ജസ്റ്റ് മാർക്ക് ഉണ്ടായിരിക്കും, അതല്ലാതെ ജോലി സ്ഥലത്ത് പഠിച്ചു നിൽക്കുന്ന ഒരു സ്കില്ല് ഇവർക്കില്ല എന്നുള്ള ഒരു സാധനം. പുറത്ത് പഠിച്ചവരും തമ്മിലുള്ള ഒരു വ്യത്യാസം മെയിൻ ആയിട്ട് അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് ബേസിക്കലി മാർക്ക് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ മിക്ക ജോലി മേഖലകളിൽ ഇപ്പൊ ഒക്കെ ഒരുപാട് വളർന്നിരിക്കുന്ന ടൈമില് അതിലുപരി നമ്മളുടെ സ്കില്ല് എത്രത്തോളം കാണിക്കാൻ പറ്റും. പക്ഷെ ആ ഒരു സ്കില്ല് നമുക്ക് കോളേജ് ടൈമില് ചിലപ്പോൾ ഡെവലപ്പ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി കൂടെയാണ്. എനിക്ക് തോന്നിച്ചിട്ടുണ്ടല്ലോ ഈ AI റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ അത് കൂടുതലായിട്ട് നമ്മുടെ ഈ കോളേജുകൾ ആരംഭിക്കണം. ഇപ്പൊ സ്വകാര്യ മാനേജ്മെന്റ് കോളേജുകളാണെങ്കിലും റെഗുലർ കോളേജുകളാണെങ്കിലും അവിടെ AI റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ആരംഭിക്കേണ്ടത്. അതിന് പകരമായിട്ട് ഇപ്പോഴും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയും ഇതൊക്കെ പഠിക്കേണ്ടതാണ്.
ഞാൻ പറയുന്നത് ഈ കരിക്കുലം എല്ലാം കൂടെ എടുത്തിട്ട് നമ്മുടെ ഒരു +2 അകത്തേക്ക് ഇടണം. 1ാം ക്ലാസ് തുടങ്ങി 12ാം ക്ലാസ് വരെയുള്ള കാലഘട്ടം കൊണ്ട് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയും ഇതൊക്കെ അതിനകത്തേക്ക് ഉൾപ്പെടുത്തി വിടണം. ഇപ്പോൾ ഞാൻ പറയട്ടെ, സയൻസ് സബ്ജക്റ്റുകളിൽ കുട്ടികൾ കുറവാണ്. എന്നാൽ കെമിസ്ട്രി പഠിച്ചിറങ്ങുന്ന, ഫിസിക്സ് പഠിച്ചിറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അവർക്കിവിടെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളൊരു പൊതുബോധം ഈ പറയുന്ന കോളേജുകളായിട്ട് കൊണ്ടുപോയി കൊടുക്കത്തില്ല. ഈ റെഗുലർ കോളേജിലായിട്ട് കൊണ്ടു കൊടുത്തില്ല. ഈ റെഗുലർ കോളേജുകൾ ഇപ്പൊ കെമിസ്ട്രിക്കും ഫിസിക്സിനും ഒക്കെ കുട്ടികൾ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. പക്ഷെ മറ്റു കോഴ്സുകൾ ഈ BA പോലെയുള്ള ഇതിനകത്താണ് കുട്ടികൾ ഏറ്റവും കുറഞ്ഞു പോകുന്നത് എനിക്ക് തോന്നുന്നു. കുട്ടികളുടെ എണ്ണം കുറയണമെന്നുള്ള ഒരു സംഭവമുണ്ട്. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ 4 എയ്ഡഡ് സ്കൂളുകൾ പാലക്കാട് ജില്ലയിൽ പൂട്ടി. അതിൽ അവർ പറയണ കാരണം എല്ലാവരും പ്രൈവറ്റ് സ്കൂളുകളിലേക്കാണ് പോണേ. അപ്പൊ എയ്ഡഡ് സ്കൂളുകൾക്ക് പോലും കുട്ടികളില്ലാത്തൊരവസ്ഥ കേരളത്തിലുണ്ട്. കാരണം ഇത് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഇവര് ജയിച്ചിട്ട് വേണമല്ലോ കോളേജുകളിലേക്ക് കുട്ടികളെ കിട്ടാൻ. അപ്പൊ ഒരു 15 കൊല്ലം മുന്നേ വന്നിരുന്ന അതേ നമ്പർ കുട്ടികളല്ല ശരിക്കും ഇപ്പൊ ഹയർ സ്റ്റഡീസിന് പോകുന്നത്. അല്ല, ജനസംഖ്യയിൽ വന്നിട്ടുള്ള ഒരു വ്യതിയാനം ഉണ്ടല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം 4 കുട്ടികളൊക്കെ ഒരു വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം അത് 3 ആയി, പിന്നെ 2 ആയി, ഇപ്പൊ 1 ആയി. അങ്ങനത്തെ ഒരു സാഹചര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൂടാണ് വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ കയറി പോകുന്നത്. ഈ വിദേശത്തേക്ക് ഇപ്പോൾ വിദ്യാർത്ഥികൾ കയറി പോകുന്നു, UK-ലേക്ക് എത്തുന്നു. UK-ലേക്ക് എത്തിയതിനു ശേഷം ഇപ്പോൾ അവിടെ കുട്ടികൾ നേരിടുന്ന പ്രതിസന്ധി നമ്മൾ കാണാതെ പോരുത്. കാരണം അത് പലരും എന്താ പറയുക റോട്ടിൽ കൂടി ഒക്കെ നടക്കുന്ന അവസ്ഥയുണ്ട്. വളരെ വലിയൊരു പ്രതിസന്ധി UK-യിലും മറ്റു പല വിദേശ രാജ്യത്തേക്കും പോയിട്ടുള്ള പല വിദ്യാർത്ഥികൾക്കും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വിദേശ വിദ്യാഭ്യാസത്തിനൊക്കെ നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് കയറി പോകുന്ന സമയത്ത് അതിനൊരു മാനദണ്ഡം കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി ഇവരൊക്കെ തിരിച്ചു വരും. ഇവർ തിരിച്ചു വരുമ്പോൾ ഇവിടെ പ്രൊഫഷണലി ഇവർ അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു ബാധ്യത കൂടിയും സംസ്ഥാനത്തിന് വരുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു മറ്റേ ഈ വിദേശത്തേക്ക് പോയിരിക്കുന്ന ആളുകളിൽ തിരിച്ചു വരുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. കാരണം അവര് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത് അവർക്ക് അവിടെ സെറ്റിൽ ആവണം എന്നുള്ള ഒരു ലക്ഷ്യത്തോട് തന്നെയാണ്. അപ്പൊ അത് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം. ഇപ്പൊ അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൊച്ചിയിലൊക്കെ എത്രത്തോളം മാറ്റം ഉണ്ടാവും? കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ എത്രത്തോളം മാറ്റം ഉണ്ടാവും? കാരണം ഞാൻ പറയട്ടെ, ഇപ്പോ UK-യിൽ പഠിച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പഠിച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരാള്, നമ്മുടെ പ്രകൃതി ആയിക്കൊള്ളട്ടെ, ഇതൊന്നും നമ്മുടെ ആളുകൾക്ക് മനുഷ്യനെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സർക്കാർ തയ്യാറാവുന്നില്ല. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ മൂന്നാറിന് നമ്മൾ പോവുകയാണെന്നിരിക്കുക. മൂന്നാറിന് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ മൂന്നാറിലേക്കുള്ള റോഡൊന്നും നോക്കും. ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പണി കഴിയുന്നില്ല എന്ന് മാത്രമല്ല, കാരണം ഒരു ട്രാഫിക് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മണിക്കൂറുകളോളം നമുക്ക് ആ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് മൂന്നാറിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ഒരു നമ്മളെന്താ ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ടയർഡായി പോകില്ലേ, പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ അവിടെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ പറയുമായിരിക്കാം ഇതൊക്കെ വനം മേഖലയാണ്, അപ്പോൾ അത് വനം കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽപ്പെട്ടതാണ്, ഇതിനൊക്കെ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് പെർമിഷൻ മേടിക്കാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം വന്നാൽ മാത്രമാണ് കേരളത്തിലേക്ക് ഈ പറഞ്ഞ വിദേശത്ത് പോയിരിക്കുന്ന ഒരു വിദ്യാർത്ഥി തിരിച്ചു വരുന്നത്. ഇപ്പൊ UK പോയിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അവന് ഒരു പുച്ഛമായിരിക്കും കേരളത്തോട്, കേരളത്തിന്റെ ഭരണാധികാരികളോട് ഒരു പുച്ഛമായിരിക്കും. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ജീവിക്കുന്ന സ്ഥലത്തേക്കാൾ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷെ കേരളത്തെ അതേ രീതിയിൽ ഒരുക്കിയെടുക്കുന്നതിന് നമ്മുടെ ഭരണാധികാരികളെല്ലാം പരാജയമായിരുന്നു. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ പറയുന്നുണ്ട് കേരളത്തെ നമ്മൾ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യുമെന്ന്, വലിയ ടൂറിസം പദ്ധതികൾ കൊണ്ടുവരുമെന്ന്, വലിയ ഹോസ്പിറ്റൽ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നടപ്പിലായി കഴിഞ്ഞാൽ നല്ലതാണ്. മറിച്ച് പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള പദ്ധതികളാണ് സംസ്ഥാനത്ത് വരുന്നതെങ്കിൽ നമ്മുടെ വിദേശത്ത് പോയിട്ടുള്ള വിദ്യാർത്ഥികളൊന്നും തിരിച്ചും കൊണ്ട് വരത്തില്ല. ഈ ടോക്സിക് വർക്കിംഗ് കൾച്ചറും ഒരു പ്രശ്നമായിട്ട്, അതായത് പുതിയ തലമുറ ജസ്റ്റ് ജോലി വീട് എന്നുള്ളൊരു രീതി അവർക്ക് ഇഷ്ടമല്ല. ഇവരെ സംബന്ധിച്ച് ജോലി കഴിഞ്ഞ് ഒരു എൻജോയ്മെന്റ് വേണം. നമ്മുടെ ഒരു സിസ്റ്റത്തിൽ അതിനുള്ള സാധ്യതകൾ നിലവിൽ വളരെ കുറവാണ് എന്നുള്ളതൊരു പ്രശ്നമാണ്. ഇത് ഇപ്പം ഒരു ജനറേഷൻ വരെയുള്ളവര് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയായിരുന്നു. പക്ഷെ പുതിയ ജനറേഷന് അത്രയ്ക്ക് അങ്ങ് അഡ്ജസ്റ്റിംഗ് മൈൻഡ് ഇല്ലെന്ന് തോന്നുന്നു. കാരണം അവർക്ക് ജോലി കഴിഞ്ഞാൽ അവരൊരു പേഴ്സണൽ ടൈം ഒന്ന് എൻജോയ് ചെയ്യാൻ ഇവിടെ ഒരു അതിനുള്ളൊരു സിറ്റുവേഷൻ ഇല്ലെന്നാണ് എനിക്ക് പൊതുവെ മനസ്സിലായത്. ഏതൊക്കെയാലും ഇതിനകത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ട് നമ്മുടെ ഈ കോളേജുകൾക്കിടയിൽ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതായത് പല കോളേജുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ഈ അടച്ചുപൂട്ടലുകൾ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ തന്നെ അത് ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൂടാതെ തന്നെ അധ്യാപകരുടെ തൊഴിൽ നഷ്ടമുണ്ട്. ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം നമ്മളിപ്പോ കോളേജിൽ കയറിയാലും നമ്മളുടെ മനസ്സിൽ ഓക്കെ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പുറത്തേക്ക് കടക്കണം എന്നുള്ളൊരു ചിന്തപ്പാടോടുകൂടെ തന്നെയാണ് നമ്മള് എല്ലാവരുടെ തോട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ക്യാമ്പസുകളിൽ വരണം. അതിന് സിലബസുകൾ പരിഷ്കരിക്കപ്പെടണം. അപ്പോൾ അത് കൂടാതെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വ്യവസായ വകുപ്പൊക്കെ ആയിട്ട് ഒരു സഹകരണം ഉണ്ടാവണം. ഈ വ്യവസായ വകുപ്പും യൂണിവേഴ്സിറ്റികളുമായിട്ട് ഒരു സഹകരണം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് പക്ഷെ വ്യവസായ വകുപ്പിന് അതിനനുസരിച്ചുള്ള റിസർച്ച് ഉണ്ടാവണം. കാരണം ലോകത്ത് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അവർ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇപ്പൊ ജോബ് വാച്ച് ടവർ സ്ഥാപിക്കുമെന്നൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അപ്പൊ ജോബ് വാച്ച് ടവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ തന്നെ ജോബ് വാച്ച് ടവർ ആണ്. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു റിസർച്ച് ആണ് വേണ്ടത്. ആ റിസർച്ചിന് വേണ്ടിയിട്ടാണ് ഒരു ടീമിനെ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അങ്ങനെ ഒരു ടീം വരികയും വ്യവസായ വകുപ്പും നമ്മുടെ സർവകലാശാലകളൊക്കെ ആയിട്ട് നല്ലൊരു ടൈപ്പിലേക്ക് പോവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കുട്ടികളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതായത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ ഇപ്പൊ അന്യ സംസ്ഥാനത്ത് പോയി പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഈ അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിൽക്കുന്ന ഈ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ ഉണ്ടല്ലോ, ഈ എഞ്ചിനീയറിംഗ് കോളേജുകളെയൊക്കെ നഴ്സിംഗ് കോളേജും ഹോസ്പിറ്റലുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് സർക്കാരിന് വേണമെങ്കിൽ ആലോചിക്കാം. കാരണം ഒരു കെട്ടിടം അവിടെ ഉണ്ടല്ലോ, അവിടെ ആവശ്യത്തിനുള്ള വിദ്യാർത്ഥികൾ കിട്ടുന്നില്ല, അവർ നഷ്ടത്തിലാണ് ഓടുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞിരിക്കുന്നത് ആരോഗ്യ മേഖലയിലെ ഒരു വലിയ ടൂറിസം ആക്കി മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹെൽത്ത് ടൂറിസം ആക്കി മാറ്റുമെന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അടച്ചുപൂട്ടലിന്റെ വക്കിൽ കഴിയുന്ന ഈ പറഞ്ഞ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളെ ഹോസ്പിറ്റലുകളായിട്ട് കൺവേർട്ട് ചെയ്യാനും നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പുറത്തു പോയി പഠിക്കുന്ന ഒരുപാട് നഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ട്. അവരെയൊക്കെ ഈ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താൻ പറ്റത്തക്ക രീതിയിലുള്ള നഴ്സിംഗ് സ്കൂളുകളായിട്ട് മാറ്റണം. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള നഴ്സുമാർ, ഇപ്പൊ നഴ്സുമാർ ശമ്പളത്തിന് വേണ്ടിയിട്ട് കിടന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഈ നഴ്സുമാർക്ക് 40,000 അല്ലെങ്കിൽ 50,000 രൂപ വരെ വേണമെങ്കിൽ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം വിദേശികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി പറ്റണം. ഇപ്പൊ നമ്മൾ ആസ്റ്റർ ഹോസ്പിറ്റലിൽ പോയി നിൽക്കൂ. ആസ്റ്റർ ഹോസ്പിറ്റലിൽ ശരിക്കും പറഞ്ഞാൽ UAE നിന്ന് വരുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വിഭാഗം തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ വിദേശത്തു നിന്നുള്ള രോഗികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളൊക്കെ ലാഭത്തിലേക്ക് പോകും. അതിന് വേണ്ടിയിട്ട് വലിയ ഇൻവെസ്റ്റേഴ്സും ഉണ്ട് നമ്മുടെ രാജ്യത്ത്. മെഡിക്കൽ ടൂറിസം, അത് ഹെൽത്ത് ടൂറിസം എല്ലാം സെയിം തന്നെയാണല്ലോ. അപ്പൊ അതിലേക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഇതല്ലാതെ കണ്ട് നമ്മള് ഇപ്പോ ഈ കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ പറഞ്ഞ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ വളരെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അപ്പൊ ഇവർക്ക് കൂടുതൽ കോഴ്സുകൾ, ഇപ്പൊ യൂണിവേഴ്സിറ്റികൾ AI റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ച്, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് ഒക്കെ ഒരു വിശദമായ പഠനം നടത്തി ആ ഒരു കരിക്കുലം കൃത്യമായ രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ കോളേജുകളെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കാരണം ഒരു പ്രദേശത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ ബാധിക്കുന്നു പറഞ്ഞല്ലോ. ഇപ്പൊ ആ ഒരു കോളേജ് ഒരു ഹോസ്പിറ്റലായിട്ട് കൺവേർട്ട് ചെയ്തു, അവിടെ ഒരു നഴ്സിംഗ് സ്കൂൾ ഉൾപ്പെടെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ കൂടി വന്നു എന്ന് കരുതുക. കാരണം ഇത് കെട്ടിടമാണല്ലോ, അതിനനുസരിച്ച് ഒന്ന് റീസ്ട്രക്ചറിങ് നടത്തിയാൽ മാത്രമേ ഇതിനെ ഹോസ്പിറ്റലാക്കി മാറ്റാനൊക്കെ പറ്റും. ആവശ്യത്തിനുള്ള ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് സാമ്പത്തിക അവസ്ഥയ്ക്ക് യാതൊരു തരത്തിലുള്ള മാറ്റം ഉണ്ടാവില്ല. അവിടെ ഒരു ഹോസ്പിറ്റൽ വരുന്നു, അപ്പൊ അവിടെ PG അവർക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ അവിടെയുള്ള ചായക്കടകളിൽ കച്ചവടം ഉണ്ടാവും, സൂപ്പർ മാർക്കറ്റുകളിൽ കച്ചവടം ഉണ്ടാവും. ഇതൊക്കെ കൃത്യമായ ഒരു പഠനത്തോടുകൂടി, ഒരു കണക്കെടുപ്പോടുകൂടി തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഈ സ്വകാര്യ മാനേജ്മെന്റ്, കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനും എല്ലാവരും കൂടെ ചേർന്നിരുന്ന് കൂടിയാലോചനയിലൂടെ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. അതല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ തൊഴിൽ നഷ്ടം സംഭവിക്കും. പ്രാദേശികമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥയ്ക്ക് ഒരുപാട് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. നമ്മുടെ വിദ്യാർത്ഥികൾ വീണ്ടും വിദേശത്തേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കും, അന്യ സംസ്ഥാനത്തേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യം.